മാനസികാരോഗ്യ ചികിത്സ ആയുർവേദത്തിലുണ്ടോ എന്ന് ധാരാളം പേർക്കുള്ള സംശയമാണ്. ആയുർവേദത്തിൻ്റെ 8 ബ്രാഞ്ചസ് ആണുള്ളത്, 8 അംഗങ്ങളാണുള്ളത്. ഈ 8 ബ്രാഞ്ചസിൽ പ്രധാനമായിട്ടുമുള്ള ഒരു ബ്രാഞ്ചാണ് മാനസികാരോഗ്യ ചികിത്സ, ആയുർവേദ സൈക്കാട്രി. ഇനി എന്തിനൊക്കെയാണ് ഇതിൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ചെറിയ കുട്ടികൾ തുടങ്ങി ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസാണ് കുട്ടികളിൽ. ADHD, അവരുടെ ബുദ്ധിക്കുള്ള പ്രശ്നങ്ങൾ, അതുപോലെ അവരുടെ അറ്റൻഷനിലുള്ള പ്രശ്നം, അവരുടെ പഠനത്തിലുള്ള പ്രശ്നം, അതുപോലെ ഓട്ടിസം പോലെയുള്ള കണ്ടീഷൻസ്, ഇതിലൊക്കെ നമുക്ക് ആയുർവേദത്തിൽ വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതോടൊപ്പം തന്നെ കുട്ടികളിലെയും മുതിർന്നവരിലെയും ആൻസൈറ്റി, സ്ട്രെസ്, അതായത് മുതിർന്നവരിലോട്ട് വരുമ്പോഴത്തേക്കും വളരെയധികം വർദ്ധിച്ച സ്ട്രെസ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ വൈകാരിക പ്രശ്നങ്ങൾ, മൂഡ് ഡിസോർഡേഴ്സ്, അത് ചിലപ്പം ഒരു മാനിയ പോലത്തെ ഒരു കണ്ടീഷൻ ആയിരിക്കും, ഭയങ്കര ഹൈ എനർജി ആയിട്ടുള്ള മാനിക് കണ്ടീഷൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഡിപ്രഷൻ പോലത്തെയുള്ള വിഷാദാവസ്ഥ, ചിലപ്പോഴൊക്കെ ബൈപോളർ ആയിട്ട് വരുന്ന ഡിസോർഡേഴ്സ്, ബൈപോളർ അസുഖങ്ങൾ, ഇതിനൊക്കെ നമുക്ക് ആയുർവേദത്തിലൂടെ മെഡിസിൻസും പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റ്സും ലഭ്യമാണ്. ഇത് മാത്രമല്ല, ഇപ്പം ചിന്തകളിൽ, അതായത് തോട്ട്സിൽ വരുന്ന പ്രയാസങ്ങളുണ്ട്. ഏറ്റവും കൂടി വരുന്ന ഒരു റേഞ്ച് ഓഫ് ഡിസീസസ് ആണ് തോട്ട്സിൽ വരുന്നത്. സോ ഈ തോട്ട്സിൽ വരുന്ന അസുഖങ്ങൾക്കും, ചിന്തകളിൽ വരുന്ന അസുഖങ്ങൾക്കും, അതിപ്പോൾ ചിത്തഭ്രമം, അതിലേക്ക് സ്കിസോഫ്രീനിയ പോലെയുള്ള കണ്ടീഷൻസ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഡെലീഷൻസ്, സംശയരോഗങ്ങൾ, ഇവയ്ക്കൊക്കെ നമുക്ക് ആയുർവേദത്തിൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ വരുന്ന ഡിസീസസ് അല്ല, ആയുർവേദത്തിലുള്ള അസുഖങ്ങൾക്ക് ആയുർവേദത്തിലൂടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, അസുഖങ്ങൾ വരാതിരിക്കാൻ, അതിപ്പം എപ്പോഴും അങ്ങനെയാണ് ആയുർവേദം എന്ന് വെച്ചാൽ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ മെൻ്റൽ ഹെൽത്തിനെ പ്രിസർവ് ചെയ്യുക, അല്ലെങ്കിൽ മാനസിക രോഗത്തിനെ വരാതിരിക്കാനായിട്ട് നല്ലൊരു മാർഗം തന്നെ ആയുർവേദത്തിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ നമ്മളെ ചിന്തകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പ്രവൃത്തികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ഡിസിഷൻ എടുക്കേണ്ടത്, എന്തൊക്കെ വേണ്ട എന്ന് വെക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആയുർവേദ സൈക്കാട്രിയിലൂടെ നമുക്ക് പേഷ്യൻസിന് നൽകാൻ സാധിക്കും. സോ ഇവയ്ക്കൊക്കെ, അതായത് ഈ ഒരു വലിയൊരു റേഞ്ച് ഓഫ് ഡിസീസസ് ആണ് ഇപ്പോൾ പറഞ്ഞത്, ഈ ഒരു ഡിസീസിനൊക്കെ വ്യക്തമായ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ആയുർവേദത്തിൽ നൽകുന്നുണ്ട്. അതുപോലെ വ്യക്തമായ മെഡിസിൻസ്, ആയുർവേദ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. പല രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് ആണ്. അതിലിപ്പോൾ പഞ്ചകർമ്മയായിരിക്കാം, അല്ലെങ്കിൽ ശിരോധാര പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കാം. ഇതൊക്കെ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സിലൂടെയും അതിനോടൊപ്പം ആയുർവേദത്തിൻ്റെതായ രീതിയിലുള്ള കൗൺസിലിംഗ് ടെക്നിക്സും ഉണ്ട്. ഇവയിലൂടെയൊക്കെ നമുക്ക് മാനസിക രോഗങ്ങളെ നല്ലൊരു ശതമാനം നമുക്ക് ആയുർവേദത്തിലൂടെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്.